ബിഹൈൻഡ് ദ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് പാപ്പപ്പട റിലീസ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഈ വർഷത്തെ ദിലീപിന്റെ രണ്ടാമത്തെ തിയേറ്ററിക്കൽ റിലീസാണ് സിനിമ. അതുപോലെ തന്നെ ഒരു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു എന്താ പറയുക, ഒരു മാസ് മസാല ഫിലിമാണ് കൂടി പറയാം. സത്യത്തില് പല രീതിയിലും ക്രൈസിസുകളെ അതിജീവിച്ചിട്ടാണ് ഇപ്പൊ സിനിമ വന്ന് നിൽക്കുന്നത്. സിനിമ നമ്മുടെ മൂക്കിന്റെ മുമ്പത്തെത്തി. റിലീസിന് കുറച്ച് ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അപ്പൊ ആ സിനിമയെ പറ്റിയിട്ടുള്ള എക്സ്പെക്ടേഷൻസും സിനിമയുടെ അതർ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ആദ്യം കാസ്റ്റിംഗ് തുടങ്ങാം. കാസ്റ്റ് നോക്കുമ്പോ തന്നെ ലാലേട്ടൻ, ദിലീപ്, ഒരു മലയാളം തമിഴ് ടച്ച് സിനിമയിൽ ഒരുപാടുണ്ട്. അതെ, ഇപ്പൊ നമ്മുടെ തമിഴിലും നോക്കണ സാൻഡി മാസ്റ്റർ, ഇപ്പൊ ലോകയിൽ ഇപ്പൊ അത്ര ഒരു ഗംഭീര പുള്ളി സിനിമയിൽ വില്ലനാണ്. പിന്നെ സരണ്യ പൊൻവണ്ണൻ, ഗ്രിസ്ലി. അപ്പൊ തമിഴ് ടച്ച് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈജു സന്തോഷ്, മണിയമ്പിള രാജു, ദേവൻ, സന്ധ്യ ശ്രീനിവാസൻ, അശോകൻ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമ ഒരു ഹ്യൂമർ ആണെന്നുള്ളതിനുള്ള അനുസരിച്ചുള്ള ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഇമോഷണലി ഒരു ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ ഇമോഷണലി കണക്ട് ആവുന്ന രീതിക്കുള്ള ഒരു കഥ പറച്ചിലൂടെയുള്ള ഒരു ഹ്യൂമർ ആയിരിക്കും. ഇപ്പൊ ദിലീപിന്റെ എല്ലാ ജനപ്രിയ സിനിമകളുടെയും അടിസ്ഥാനം ഇമോഷണലി ആൾക്കാരെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബി ഹൗസ് മുതൽ പറക്കുന്നതിലേക്ക് ഏതും ആയിക്കോട്ടെ, അവര് കാണിക്കുന്നതൊക്കെ അവരുടെ കഷ്ടപ്പാടും ദാരിദ്ര്യം ഒക്കെ ആയിരിക്കും. അതിൽ കൂടെ കോമഡി പറഞ്ഞിട്ടാണ് അത് ഇതാക്കാറ്. ഇതില് സ്പെഷ്യൽ ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പൂഫ് പരിപാടികൾ. അതെ 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 ട്രെയിലറിൽ കണ്ടിടത്തോളം ഒക്കെ കണക്റ്റഡ് ആണ്. ഇപ്പൊ ലാസ്റ്റ് ആ നക്ഷത്രത്തിന്റെ പോസ്റ്റർ വന്നത് വരെ ട്രെയിലറിൽ കാണിച്ചു നോക്കുമ്പോ മൂസാക്കാർ കാണിച്ചു, ഇപ്പൊ ദേവനെ കാണിച്ചിട്ട് അതിപ്പോ പറയാൻ പറ്റില്ല. നമ്മുടെ ഗോവ സിനിമത്തെ റെഫറൻസ് എന്തായിരുന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, റിയാസ് ഖാനും അടിച്ചു കയറിയ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യലാണ്. അനന്തരാമ. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടനും ദിലീപും നടന്നു പോകുമ്പോഴുള്ള ഹരികൃഷ്ണൻസ് റെഫറൻസ്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരുപാട് സാധനങ്ങൾ. പിന്നെ KGF ഓർമ്മപ്പെടുന്ന രീതിക്കുള്ള ഗൺ ഫയർ സീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടന്റെ സ്ഥിരം ബുള്ളറ്റും. അതെ, കാരണം പുള്ളിനെ മുണ്ടെടുത്ത് ലോക്കൽ ലുക്ക്, അത് നല്ല രസമുണ്ട് അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ കാണാനായിട്ട്. ഇത് ഈ സിനിമയുടെ ഫസ്റ്റ് ടീസർ വന്നതിന് ശേഷം കുറച്ച് എന്താ പറയാ മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാ വന്നത്. അത് എങ്ങനെയുണ്ട്, മ്യൂസിക് ഡയറക്ടർ അടക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇപ്പോ ഷാൻ റഹ്മാനൊപ്പം ഗോപി സുന്ദർ കൂടി വരാൻ കാരണം അതിന് വന്ന റെസ്പോൺസ് തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഗോപി സുന്ദർ ഓൺ ബോർഡ് ആയി പറഞ്ഞിട്ട് അധിക ദിവസം ആയില്ല. ട്രെയിലറും വന്നു, പടം റിലീസായി. അയാൾ എത്ര പെട്ടെന്ന് അത് ചെയ്തെന്നറിയോ? അല്ല, അയാൾക്ക് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ചെയ്യണേ. 10 ദിവസം കൊണ്ട് ചെയ്താണ്. ഇതും ഓൾമോസ്റ്റ് 10 ദിവസം കൊണ്ട് ചെയ്തത്. മൂപ്പര് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോട്ട്ബുക്കില് എന്ന സമയത്ത് അത് 22 ദിവസം കൊണ്ടിട്ടാണ് അതിന്റെയും ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ക്രൂ നോക്കുകയാണെങ്കിൽ ധനഞ്ജയ് ശങ്കർ ആണ് സിനിമയുടെ സംവിധായകൻ. നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. നമ്മുടെ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം സിനിമയിലാണ് പുള്ളി വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആശാൻ തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പുള്ളിക്ക് സാധിച്ചു. നമുക്ക് വിനീതിന്റെ ഒരു ക്രൂവിനെ അതിൽ കാണാം. അതെ, അതായത് ഇപ്പൊ ഷാൻ റഹ്മാൻ ആവട്ടെ, രഞ്ജൻ എബ്രഹാം ആവട്ടെ. അപ്പോ അദ്ദേഹത്തിന്റെ കുറെ ആൾക്കാർ ഇതിലുണ്ട്. ഇപ്പോ അതിലല്ലാത്തൊരാളിപ്പോ നമുക്ക് പറയാനുള്ളത് DOP ആണ്. അതെ, അർമോ എന്ന അരുൺ മോഹൻ അർമോ എന്നാണ് ഇപ്പൊ ക്രെഡിൽ പോണത്. ഇപ്പൊ അഞ്ചക്കള്ളക്കോക്കാന്റെ ക്യാമറമാൻ. അതേമാതിരി മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടമുണ്ട്. അത് നമ്മളെ 8 തോട്ടാക്കൾ എന്ന് പറഞ്ഞ സിനിമ നമ്മളിവിടെ കൊറോണ പേപ്പേഴ്സ് അതിനുള്ള ഹീറോയുടെ സിനിമ ആയിരുന്നു അത്. അപ്പൊ അദ്ദേഹത്തിന് 3 സിനിമകളില് രണ്ടാമത്തെ സിനിമയാണ് ഇപ്പൊ ഇത്. രഞ്ജൻ അബ്രാമിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അത് വിനീതിന്റെ എല്ലാ സിനിമകളും, ലാൽ ജോസിന്റെ ഭൂരിഭാഗം സിനിമകള്, നമ്മളെ രാവണപ്രഭു, രാജമാണിക്യം തുടങ്ങി ദിലീപിന്റെ എല്ലാ ഹിറ്റ് സിനിമകളും. CID മൂസൊക്കെ എത്ര റോ ഫൂട്ടേജ് 7 മണിക്കൂറുള്ള സിനിമയൊക്കെയാണ് പുള്ളി 2.5 മണിക്കൂർ ആക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ പുള്ളി വന്നത് പറഞ്ഞ ഒരു പോസിറ്റീവ് ആണ്. ഇനി ഇതിന് നമ്മൾ നെക്സ്റ്റ് പ്രത്യേകിച്ച് പറയേണ്ട ഒരാള് കലൈ കിങ്സൺ. അതായത് നമ്മള് ടീസറും ട്രെയിലറും ആവട്ടെ, രണ്ടിലും സ്റ്റൺ സീൻസ് കാണിച്ച് ഭയങ്കരമായിട്ട് കാണിച്ചു. കലൈ കിങ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഫൈറ്റ് കൊറിയോഗ്രാഫറാണ്. പിന്നെ ഇപ്പോ സുപ്രീം സുന്ദറും കൂടിയും സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പുള്ളി ആ മുണ്ട് കൊടുത്തിട്ടുള്ള ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, അപ്പൊ കാലുകൊണ്ട് നല്ല രസം. ബ്ലാസ്റ്റിംഗ് സീൻസ്, ഗൺ ഫയർ സീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്.
പിന്നെ ഇപ്പൊ ഇതില് നമുക്ക് പറയാനുള്ളത് ഗില്ലു റെഫറൻസ്. അതെ, അത് എങ്ങനെയൊക്കെയാണ് അത് വന്നിരിക്കുന്നത് നമുക്കറിയില്ല. ജിപ്സി കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ തുടക്കം. ജിപ്സി അതായത് കാരണം ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോ തൊട്ട് ആ നമ്പറാണ് നമ്മൾ നോട്ട് ചെയ്തത്. അത് ആ വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കുന്ന ആ പോസ്റ്റർ. നമ്പർ അത് ഗില്ലിയില് ആ മുത്തുപ്പാന്റെ വണ്ടിയാണ്, എല്ലാ നമ്പറും. അപ്പോ പിന്നീട് വന്നപ്പോ റീസെന്റ് വന്ന പോസ്റ്ററിൽ സൈഡിൽ ഗില്ലി യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ട്രെയിലറിൽ ലാലേട്ടൻ പാട്ട് പാടുന്നുണ്ട്. അതാണെന്ന് അറിയണം. ഇതിപ്പോ ഇതിപ്പോ ഗില്ലി നടന്നുകൊണ്ടിരിക്കുമ്പോ പാരലായിട്ട് നടന്ന കഥ എന്നല്ല പറയുന്നത്, ചുമ്മാ റെഫറൻസ് റെഫറൻസുകൾ വെച്ച് ആക്ച്വലി വിജയുടെ ഒരു ഫോട്ടോ കാണിച്ചാൽ തന്നെ. അതെ, കാരണം ഓൾറെഡി എന്താ പറയാ മാഡ്നസ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ആ ടാഗ് ലൈന് പറ്റുന്ന സിനിമ ആയിരിക്കട്ടെ കേട്ടോ. ആ ടാഗ് ലൈന് പറ്റുന്നതാവാന്ന് പറയുമ്പോ നമ്മൾ ഈ സിനിമയെ ക്രിട്ടിക്കലായിട്ട് ഇത് കൺവേ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഒരു ക്രൗഡിൽ ഇരുന്നിട്ട് ആഘോഷമായിട്ട് കാണുന്ന തരത്തിൽ ഈ സിനിമ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ സിനിമകൾ നമുക്ക് വളരെ ഭയങ്കര റയറായിട്ട് വരുന്നത്. നല്ല സിനിമകൾ നമുക്ക് ഇവിടെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ആഘോഷമാക്കാവുന്ന സിനിമകൾ അതാണ് ഭൂരിഭാഗം അന്യഭാഷാ സിനിമകൾ വരുമ്പോഴും ഇവിടെ ഭയങ്കര ക്രൗഡ് അനുഭവപ്പെടാനുള്ള കാരണം. അതും ഒരു എന്താ പറയാ ഒരു ഡെബ്യൂന്റെ സിനിമയാണ്. പറയേണ്ട ഒരു കാര്യമാണ്. ഇത്രയും ടെക്നിക്കലി ബിഗ് ആയിട്ടുള്ള സിനിമ. വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോകുലം മൂവീസ് ധൈര്യമായിട്ട് അങ്ങ് എറിഞ്ഞു കൊടുത്താണ് പൈസ. അത് പ്രൊഡക്ഷൻ സൈഡ് അത്രയും ഇതുള്ളതുകൊണ്ട്. കാരണം ആ ഇപ്പൊ ഇത്ര ഇഷ്യൂ ഉണ്ടായിട്ട് സിനിമ റിലീസ് മാറ്റിയില്ല. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അവരെ പറഞ്ഞ ഡേറ്റിൽ തന്നെ സിനിമ പരമാവധി നല്ലപോലെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ലാലേട്ടൻ. കാരണം ലാലേട്ടന്റെ എൻട്രി സിനിമക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൂസ്റ്റ് ഉണ്ട്, അത് നമ്മള് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ടീസർ കണ്ടിട്ട് വന്ന ആ റെസ്പോൺസും ഈ ട്രെയിലർ വന്നതിന് ശേഷം ഇതിനുണ്ടായ റെസ്പോൺസും നമുക്ക് ബുക്ക് മൈ ഷോയിൽ വന്ന ടിക്കറ്റ്സിൽ തന്നെ നമുക്കത് കാണാം. ഇപ്പോ പലയിടങ്ങളിലും നമ്മുടെ സ്ഥലത്തുൾപ്പെടെ ടിക്കറ്റ് കിട്ടാനില്ല. അങ്ങനത്തെ ഇനി സിനിമയുടെ റിപ്പോർട്ട് കൂടി അതുമാതിരി ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതില് ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എക്സ്പെഷ്യലി ദിലീപ് ഇട്ട് വരുന്ന കുറച്ച് ആ യെല്ലോ അതുപോലെ തന്നെ റെഡ് ആയിട്ടുള്ള ഒരു ഷർട്ടൊക്കെ ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കോസ്റ്റ്യൂംസ്. ബ്ലാക്ക് ഇട്ട് വരുന്നത് പോലും നമ്മള് ബിഗ് ബോസിന്റെ ഷൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോ നല്ല രസമായി ലാലേട്ടന്റെ കഴുത്തിലുള്ള മാലൊക്കെ. അപ്പോ ഭയം ഭക്തി ബഹുമാനം ബ്ലാസ്റ്റ്.